എറണാകുളത്ത് നിന്ന് കാണാതായ വയോധികയെ കൊന്നു കുഴിച്ചുമൂടി. ആലപ്പുഴ കലവൂരിലെ വീട്ടുവളപ്പിൽ നിന്നാണ് 73-കാരി സുഭദ്രയുടെ മൃതദേഹം കണ്ടെത്തിയത്. സുഭദ്രയുടെ മകൻ രാധാകൃഷ്ണൻ മൃതദേഹം തിരിച്ചറിഞ്ഞു. മാത്യൂസ് ശർമിള ദമ്പതികൾ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇരുവരും സംസ്ഥാനം വിട്ടെന്നാണ് പോലീസ് നിഗമനം. കണ്ടെത്തിയ മൃതദേഹത്തിൽ സ്വർണ്ണാഭരണങ്ങളില്ല. വീട്ടുടമസ്ഥയ്ക്കൊപ്പം സുഭദ്ര നടന്നുപോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കഴിഞ്ഞ മാസം 7-ാം തീയതിയാണ് അമ്മയെ കാണാനില്ലെന്ന് കാണിച്ച് സുഭദ്രയുടെ മകൻ കടവന്ത്ര പോലീസിൽ പരാതി നൽകുന്നത്. വിവരങ്ങളുമായി അൽ അമീനും അലി അക്ബർ ഷായും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം നമുക്ക് അൽ അമീനിലേക്ക് പോകാം. അൽ അമീൻ, കലവൂരിലെത്തി ഇപ്പോൾ സുഭദ്രയുടെ മകൻ മൃതദേഹം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. കാണാതാകുമ്പോൾ സ്വർണ്ണാഭരണങ്ങളൊക്കെ ധരിച്ചിരുന്ന, ആഭരണങ്ങൾ സ്ഥിരമായി ധരിക്കുന്ന ആളാണ് സുഭദ്ര എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കലവൂരിൽ നിന്ന് ഇപ്പോൾ മൃതദേഹം കണ്ടെടുത്തതിന് ശേഷം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സുജിയ, കലവൂരിലെ ഈ വീട്ടിലേക്കാണ് സുഭദ്രയെ ശർമിളയും ഇവിടെ താമസിച്ചിരുന്ന മാത്യുവും കൂട്ടിക്കൊണ്ടു വന്നിട്ടുള്ളത്. ഈ വീട്ടിൻ്റെ പിൻഭാഗത്തു നിന്നാണ് മൃതദേഹം ലഭിച്ചതും. ഏറ്റവും ഒടുവിൽ സുഭദ്രയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പരിസരത്ത് അവർ എത്തി എന്നുള്ളതായിരുന്നു ലഭിച്ചിരുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ഇവിടേക്ക് കേന്ദ്രീകരിക്കുന്നതും ഈ വീട്ടുപരിസരം കേന്ദ്രീകരിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതും. അങ്ങനെ വിവരങ്ങൾ ശേഖരിച്ചു വരുമ്പോഴാണ് സുജയ ഈ വീട്ടുകാരോടൊപ്പം പരിചിതമല്ലാത്ത ഒരു സ്ത്രീയെ, ഒരു വയോധികയെ കണ്ടു എന്ന് പരിസരവാസികൾ മൊഴി നൽകുന്നത്, വിവരം നൽകുന്നത്. ഇത് മാത്രമല്ല, ഇതിനിടെ പല ആളുകളിൽ നിന്ന് വിവരം ശേഖരിച്ചപ്പോൾ ഈ വീടിൻ്റെ പിൻഭാഗത്ത് മാലിന്യം നിക്ഷേപിക്കാൻ എന്ന പേരിൽ താൻ കുഴിയെടുത്ത് നൽകിയെന്നൊരു മേസ്തിരിയുടെ മൊഴി ലഭിക്കുന്നു. അങ്ങനെ അയാളെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ സ്ഥലം കാണിക്കുന്നു. അങ്ങനെ നടത്തിയ പരിശോധനയിൽ ഇന്നിപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥരും ഫോറൻസിക് സംഘവും പോലീസും നടത്തിയ പരിശോധനയിലാണ് ഈ വീട്ടിൻ്റെ പിൻഭാഗത്തുണ്ടായിരുന്ന കുഴിയിൽ നിന്ന് സുഭദ്രയുടെ മൃതദേഹം ലഭിക്കുന്നത്. അത് പോലീസ് മൃതദേഹം പുറത്തെടുത്ത് ഫോറൻസിക് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിയിരുന്നു. അതിന് പിന്നാലെ എറണാകുളത്ത് നിന്ന് സുഭദ്രയുടെ മകൻ രാധാകൃഷ്ണനും മറ്റ് ബന്ധുക്കളും ഇവിടേക്ക് എത്തി ആ മൃതദേഹം തിരിച്ചറിയുകയും ചെയ്തു. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് അമ്മയുടെ മൃതദേഹമാണെന്ന് അവർ തിരിച്ചറിയുകയായിരുന്നു. ഈ കണ്ടെത്തിയ മൃതദേഹത്തിൻ്റെ 2 കാൽമുട്ടുകളിലും നമ്മൾ ഈ കാലിലെ മുട്ടുവേദനയൊക്കെ വരുമ്പോൾ ധരിക്കുന്ന ബാൻഡ് ഉണ്ട്. ആ ബാൻഡ്, ഒരു കറുത്ത നിറമുള്ള ബാൻഡ് ഈ മൃതദേഹത്തിൻ്റെ 2 കാൽമുട്ടുകളിലും കാണാമായിരുന്നു. മൃതദേഹം കണ്ട അത് തിരിച്ചറിയാനെത്തിയ മകൻ രാധാകൃഷ്ണൻ അത് പോലീസിനോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് കാൽമുട്ടുവേദന ഉണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള ബാൻഡ് മിക്കവാറും ധരിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് അവർ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇത് മാത്രമല്ല, മുഖമൊന്നും അങ്ങനെ തിരിച്ചറിയാനാകാത്ത വിധം കോലം മറിഞ്ഞു പോകുന്ന, വികൃതമാകുന്ന ഒരു സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രയാസമില്ലാതെ പെട്ടെന്ന് മൃതദേഹം തിരിച്ചറിയാനായി എന്നുള്ളതാണ് ഏറെ പ്രധാനം. അത് രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞതിന് പിന്നാലെ തന്നെ മറ്റു നടപടികൾക്ക് വേണ്ടി, പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് വേണ്ടി, DNA പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾക്ക് വേണ്ടി മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ DNA പരിശോധന ഫലം ഉൾപ്പെടെ വന്നതിന് ശേഷമായിരിക്കും പോലീസ് ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ മരിച്ചയാൾ ഇന്നയാളാണ്, കൊല്ലപ്പെട്ടയാൾ ഇന്നതാണ്, മരണകാരണം എന്താണെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ഔദ്യോഗിക വിശദീകരണം പോലീസ് നൽകുകയുള്ളൂ. അതേസമയം തന്നെ പ്രതികളെന്ന് സംശയിക്കുന്ന ശർമിളയും അതുപോലെ തന്നെ മാത്യൂസും അവർ കഴിഞ്ഞ 10-11 തീയതികൾ മുതൽ ഇവിടെ നിന്ന് കാണാനില്ല എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഇവർ ഈ സുഭദ്ര ഇവിടെ എത്തിയെന്ന് സ്ഥിരീകരിച്ചതിന് പിന്നാലെ അവരിൽ നിന്ന് വിവരം ശേഖരിക്കുന്ന അന്വേഷണ സംഘം ശ്രമം നടത്തിയിരുന്നു. അവരെ ഇങ്ങോട്ട് വിളിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതുമായി സഹകരിക്കാനോ വന്ന് വിവരം നൽകാൻ അവർ തയ്യാറായിരുന്നില്ല. മറ്റൊരു ദിവസം വരാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇത് മാത്രമല്ല, 2 പേരും സംസ്ഥാനം വിട്ടു, സംസ്ഥാനത്തില്ല എന്നുള്ള നിഗമനം കൂടി അന്വേഷണ സംഘം പങ്കുവെക്കുന്നുണ്ട്. അവർ എവിടെയാണോ ഉള്ളതെന്നൊരു സംശയം പോലീസിന് ചില കേന്ദ്രങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലേക്കൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ പോവുകയും ചെയ്തിട്ടുണ്ട്. അതെവിടെയാണ് സംശയിക്കുന്നത് എന്നുള്ള വിവരം അവർ നൽകിയിട്ടില്ല. ഇത് മാത്രമല്ല, ഈ സംഭവത്തിന് ശേഷം, സുഭദ്രയെ കാണാതായതിനു ശേഷം അല്ലെങ്കിൽ അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ഈ മാത്യൂസിൻ്റെയും അതുപോലെ തന്നെ ശർമിളയുടെയും മൊബൈൽ ടവർ ലൊക്കേഷൻ കാണിച്ചിട്ടുള്ളത് മറ്റു സംസ്ഥാനങ്ങളാണ്. ഉടുപ്പിയിൽ ഉൾപ്പെടെയൊക്കെയാണ് ആ ലൊക്കേഷൻ കാണിച്ചിട്ടുള്ളത്. അവർക്ക് കന്നഡ ഭാഷയൊക്കെ വളരെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്നവരാണ് ഈ ശർമിള എന്നതും പോലീസ് പറയുന്നു. സ്വാഭാവികമായും അവർക്ക് അവിടെ ബന്ധങ്ങൾ ഉണ്ടായിരിക്കണം. ആ സ്ഥലത്തേക്കായിരിക്കണം അവർ മാറിയിട്ടുണ്ടാവുക. ഇനി അതല്ല, സുഭദ്രയുടെ തിരോധാനത്തിൽ തങ്ങളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അവർ മറ്റേതെങ്കിലും ഇടങ്ങളിലേക്ക് മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഏതായാലും പോലീസിന് ചില സൂചനകൾ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ കൃത്യമായ സൂചന അവർക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ എന്നാലും ചില സംശയങ്ങളുണ്ട്. ആ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും അന്വേഷണവും പോലീസ് സംഘം ഇതിനോട് ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനം വിട്ടു എന്ന രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നതാണ് അൽ അമീൻ നൽകുന്ന വിവരം. നമുക്ക്